ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും സംഘർഷം. സഹമത്സരാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ ജാൻമണി ദാസ് തലകറങ്ങി വീഴുകയുമുണ്ടായി. നോറ തേർഡ് ക്ലാസ് ഡ്രാമ കളിക്കുന്നു എന്ന് ജാൻമണി പറയുകയുമുണ്ടായി. ഷോയുടെ പുതിയ പ്രൊമോയിൽ ജാൻമണി മറ്റു മത്സരാർത്ഥികളോട് ദേഷ്യപ്പെടുന്നത് കാണാം. കാണിച്ചു തരും, ഞാൻ ജീവിതം നശിപ്പിച്ചു കളയും എന്നൊക്കെ ജാൻമണി പറഞ്ഞു. ഇത് കേട്ട് അർജുൻ ഇടപെട്ടു. നിങ്ങളുടേത് ഭീഷണിയാണെന്ന് അർജുൻ തുറന്നടിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ മികച്ചവരാണല്ലോ എന്ന് ജാൻമണി മറുപടി നൽകി. രോഷാകുലയായ ജാൻമണി തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഇതിനിടെ ശരണ്യ ഹിന്ദിയിൽ സംസാരിച്ച് ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ബഹളത്തിനിടെ ജാൻമണി തലകറങ്ങി വീണു. ജാൻമണി വീണെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിയെത്തി. കുറച്ചുപേർ ചേർന്ന് ജാൻമണിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ശരിക്കും തല കറങ്ങിയതാണോ അഭിനയമാണോ എന്ന കാര്യത്തിൽ അർജുനും റസ്മിനും സംശയം പ്രകടിപ്പിച്ചു. കണ്ണ് അനങ്ങുന്നതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത്. മെഡിക്കൽ റൂമിൽ പോയി കുറച്ചു സമയത്തിനുള്ളിൽ ജാൻമണി തിരിച്ചു വന്നു. ജാൻമണിയുടെ ഭീഷണികൾ ഇതിനോടകം ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായിട്ടുണ്ട്. പറഞ്ഞത് തെറ്റാണെങ്കിലും ജാൻമണി ആയതുകൊണ്ട് മിണ്ടുന്നില്ലെന്ന് അർജുനും ഋഷിയും പറയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ ജാൻമണി ഇനി അധിക നാളുണ്ടാകുമോ എന്ന സംശയം പലർക്കുമുണ്ട്. ഇതിനോടകം പ്രകോപനപരമായ പല സംസാരങ്ങളും ജാൻമണിയുടെ ഭാഗത്തു നിന്നുണ്ടായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പുറത്തിറങ്ങിയാൽ തീർക്കുമെന്ന ഭീഷണി ഇതിനു മുൻപത്തെ ബിഗ് ബോസ് മലയാള സീസണുകളിൽ ആരും മുഴക്കിയിട്ടില്ല. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജാൻമണിയെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും അപക്വമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ജാൻമണിയെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ജാൻമണിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണെന്ന് വിമർശകർ പറയുന്നു. അതേസമയം വഴക്കുകളും കുറ്റപ്പെടുത്തലും നിറഞ്ഞ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ജാൻമണിക്ക് സമ്മർദ്ദം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലെന്നും അഭിപ്രായമുണ്ട്. ജാൻമണി സ്വമേധയാ ഷോ വിടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രേക്ഷകർക്കും റിവ്യൂവേഴ്സിനും അഭിപ്രായമുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ജാൻമണിക്കെതിരെ കടുത്ത വിമർശനം ഉയരാനുള്ള സാധ്യതയുണ്ട്. കോമണർ മത്സരാർത്ഥി തനിക്ക് തുല്യമല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ജാൻമണി പറഞ്ഞത്. വീട്ടിൽ ആരും തന്നെ വിമർശിക്കുന്നത് ജാൻമണിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഉടൻ പ്രകോപിതയാവുകയാണ് ജാൻമണി. ജാൻമണി ഉൾപ്പെടുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കൂടി ബാധിക്കുന്ന പ്രസ്താവനകളാണ് ഇവരിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹറിൻ പറയുകയുണ്ടായി. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതുകൊണ്ട് മാത്രം ജാൻമണിയെ വിമർശിക്കാതിരിക്കേണ്ടെന്നും ബിഗ് ബോസിൽ എല്ലാവരും തുല്യരാണെന്നും നാദിറ ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്